ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പെട്ടിയുടെ കഥയാണ്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊച്ചിയിൽ നിന്ന് റിയാദിലേക്ക് വന്നത്. അപ്പോൾ റിയാദിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പെട്ടി മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാ പെട്ടിയും കിട്ടി. ഞങ്ങൾ വന്നത് സൗദി എയർലൈൻസിലാണ്. അപ്പോൾ ഓരോരുത്തർക്കും 40 കിലോ വീതം നല്ല രീതിയിൽ ലഗേജ് കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഴിപ്പോകാത്തതും കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റിയാദിലെത്തി ലഗേജ് എടുക്കാൻ വെയിറ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു പെട്ടി മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാ പെട്ടിയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം മിസ്സായ പെട്ടിയാണ് കേട്ടോ ഈ പെട്ടി. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും പെട്ടിയൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ബാഗേജ് സെക്ഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒരുപാട് പേരുടെ പെട്ടി മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും കംപ്ലയിൻറ്റ് അവരെടുത്തിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞ് വിട്ടു കേട്ടോ. അങ്ങനെ ഇന്നാണ് കേട്ടോ ആ പെട്ടി രാവിലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പെട്ടി അവിടെ നിന്ന് കയറ്റിയിട്ടുണ്ട്, ലൊക്കേഷനൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ പെട്ടി ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കറി മസാല, നമ്മുടെ ഗോതമ്പ് മാവ്, അരിമാവ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇത്രയും നാളെ ലഗേജ് കൊണ്ടുവന്നതിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടേലേ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, അറിയാമല്ലോ എന്താ സംഭവിച്ചത്, തിരിച്ച് കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ.